ഷൈല കെ ജോൺ വളരെ വ്യക്തമായ താല്പര്യത്തോടു കൂടി സ്പോൺസർ ചെയ്ത ഒരു സമരമാണ്. ശരി, ഷൈല കെ ജോൺ, പുതിയ കാലത്തെ CPM-ന് ഒരുപക്ഷെ ഇതുപോലത്തെ ഈ ദൃശ്യങ്ങളാണ് കേട്ടോ, ആ ദൃശ്യങ്ങൾ അത് സമരക്കാരി ഈ പറയുന്ന എന്താണ് പൂച്ചൊക്കെ ഇരിക്കുന്ന പോലെ ജീപ്പിനടിയിൽ കയറി ഇരിക്കുന്നതാണോ, സമരക്കാരിക്ക് നേരെ ആ ജീപ്പ് പാഞ്ഞു വന്നതാണോ എന്ന ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അല്ലാതെ ജയരാജ് പറയുന്നത് പോലെ എന്താണ് ഏതോ ജീപ്പിനടിയിൽ കയറി സമരാഭാസം കാണിച്ചതല്ല ആ സമരപ്രവർത്തക. പോട്ടെ ഷൈല, ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ 252 ദിവസത്തിൻ്റെ സമരത്തിന് ഊർജ്ജം കിട്ടുന്നത് എങ്ങനെയാണ്? അത് ഒന്നുമില്ലാത്തവർക്ക്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്തുണയില്ലാത്തവർക്ക്, ഈ പറയുന്ന എന്താണ് ഇൻസെൻറ്റീവ് ഇല്ലെങ്കിൽ ഓണറേറിയം ഇല്ലെങ്കിൽ വീട്ടിൽ കഞ്ഞുകൂടി മുട്ടുന്നവർക്ക്, ക്യാൻസർ രോഗികൾ ഉള്ള വീട്ടിലുള്ള ആശമാരെ അറിയാം. ആ വീട്ടിലെ ഏക വരുമാന മാർഗമായ ആശമാരെ എനിക്കറിയാം. ശരി, അപ്പം അങ്ങനെയുള്ളവർക്ക് സമരം നടത്തണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഫണ്ട് വേണം, SDPI ഫണ്ട് വേണം, കോർപ്പറേറ്റ് ഫണ്ട് വേണം. ആ പ്രചരണം ഇനിയും തുടരും. അതെ, ഈ ഡോക്ടർ ജയരാജ് എന്ന് പറയുന്ന ഈ ഇടതുപക്ഷ നിരീക്ഷകനെന്ന് അവകാശപ്പെടുന്ന ഇദ്ദേഹം ഈ കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന കാര്യം ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഒന്ന്, ഇത് കേന്ദ്ര സർക്കാരാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഹരിത വി കുമാറിൻ്റെ കമ്മിറ്റി വെച്ചു, അവിടെ ഹിയറിംഗ് വെച്ചു, 5 ട്രേഡ് യൂണിയനുകൾ പങ്കെടുത്തത്. നമ്മളെ ഈ സമരത്തെ അടിമുടി എതിർത്തുകൊണ്ടിരിക്കുന്ന CITU അവിടെ എന്താണ് ആവശ്യപ്പെട്ടതെന്ന് ഇദ്ദേഹം ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. സംസ്ഥാന സർക്കാരിനോട് ഓണറേറിയം വർധനവ് വേണമെന്നാണ് CITU അടക്കമുള്ള യൂണിയനുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സമരത്തെ തുടർന്നുണ്ടായ കമ്മിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നും അറിയാതെ ഓണറേറിയം കൊടുക്കുന്നത് ആരാണ്, ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് ആരാണ്, ഇതൊന്നും അറിയാതെ ഇരുന്ന് വീണ്ടും ഈ 8 മാസം കഴിഞ്ഞ് വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ സമരം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ഫെബ്രുവരി 10 ഈ സമരം തുടങ്ങുമ്പോൾ ഒരു ഇലക്ഷനും ഈ കേരളത്തിൽ ഇല്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് നിലമ്പൂർ ഇലക്ഷൻ വളരെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഈ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരൊന്നും കാണുന്നില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 256 ദിവസമായിട്ട് ഇരിക്കുക തന്നെയാണ്, തുടർച്ചയായിട്ട് വ്യത്യസ്തങ്ങളായ സമരങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോർപ്പറേറ്റുകൾ, കേരളത്തിലെ ഈ പറയുന്ന കോർപ്പറേറ്റുകൾ ആരാണ്? അദാനിയാണോ ഞങ്ങൾക്ക് ഫണ്ട് തരുന്നത്? അദാനിയുടെ ഫണ്ടൊക്കെ ആരാ വാങ്ങിക്കുന്നത്? അല്ലെങ്കിൽ അംബാനി അതുപോലെയുള്ള കോർപ്പറേറ്റുകളുടെ ഫണ്ട് വാങ്ങിക്കുന്നത് ആരാണ്? ആശമാരാണോ വാങ്ങിക്കുന്നത്? ഇത് കോർപ്പറേറ്റുകൾ ഫണ്ട് തന്നാണ്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഈ സമരം അടിച്ചമർത്തുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മളുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു ഇടതുപക്ഷ തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ അധികാരത്തിലിരിക്കുകയാണല്ലോ. അദ്ദേഹമാണ് നമ്മളുടെ ഈ സമരം തുടങ്ങിയതിന് ശേഷം പറഞ്ഞത് സമരം കൊണ്ടൊന്നും ആർക്കും നേടാൻ പറ്റില്ല, അതൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ ഇനിമേൽ സമരം ചെയ്യേണ്ട, സമരം ചെയ്യുന്നത് മഹാകുഴപ്പമാണ്, അതുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങരുത് എന്നുള്ള സന്ദേശം നൽകുന്ന ഒരു സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആശമാരെന്തിനാണ് സമരം ചെയ്യുന്നത്, ആശമാരെ തെറ്റിദ്ധരിപ്പിക്കുക, ഇതൊക്കെ എത്രയോ നാളുകളായിട്ട് പറയുന്നു. ഇവിടെ ആശമാരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഇനി കൂടുതലൊന്നും നമ്മൾ പറയാതെ തന്നെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. എത്രയോ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ്. എന്താണ് ഈ സർക്കാരിന് വെറും ഒരു പ്രതിദിനം 100 രൂപ, ഇവിടെ ഇദ്ദേഹം പറയുന്നത് 100 രൂപയും കൊണ്ടൊന്നും സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ആര് പറഞ്ഞു? നമ്മൾ ഈ അവസാനം ഈ ചർച്ച എന്താണ് ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള നിലയിൽ പ്രതിദിനം 100 രൂപ വർദ്ധിപ്പിച്ച് ഈ സമരം സെറ്റിൽ ചെയ്യണമെന്നല്ലേ അവസാനം ഈ കമ്മിറ്റിയുടെ പ്രപ്പോസൽ വന്നപ്പോഴും നമ്മളുടെ യൂണിയൻ ആവശ്യപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.